ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മളൊരു ക്രിസ്മസ് തീമിലുള്ളൊരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബോട്ടിലായിട്ട് മാത്രമായിട്ടല്ല, ഹോം ഡെക്കോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റുകൾ ചെയ്യുന്നതുകൊണ്ട് ക്രിസ്മസ് തീമിലാണ് നമ്മൾ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ എന്തെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ് വേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ആണ്. നമുക്കിതുപോലെ ചെറിയ ക്രിസ്മസ് ട്രീസ് മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു, ഹോം മെയ്ഡായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന ഒരു വലിയ മോഡൽ, അതിൻ്റെ ഒരു ചെറിയ മോഡൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പേപ്പർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ പല മെത്തേഡിലും ക്രിസ്മസ് ട്രീയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബോട്ടിലിൻ്റെ ഈ നെക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു റൗണ്ട് ഭാഗം താഴെ ഭാഗം കയറി പോകണം. ആ ഒരു വിധത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മേടിക്കുന്ന ടൈപ്പ് ക്രിസ്മസ് ട്രീ ആണെങ്കിൽ കുഴപ്പമില്ല, കമ്പി പോലത്തെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്ലൂ വേണം. പിന്നെ വേണ്ടത് കുറച്ച് തെർമോക്കോൾ ബോൾസ് ആണ്. തെർമോക്കോൾ ബോൾസ് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. എനിക്ക് തെർമോക്കോൾ ബോൾസ് അങ്ങനത്തെ ഇല്ലെങ്കിൽ നമ്മൾ ഈ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഇതുപോലത്തെ തെർമോക്കോൾ ഉണ്ടല്ലോ, ഇത് ഒന്നുകിൽ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പിച്ചെടുക്കാം. പക്ഷെ അതിന് ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ തെർമോക്കോൾ ബോൾസ് നമ്മൾ ഈ ബോട്ടിലിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ബേസ് ഫുള്ളായിട്ട് നമ്മൾ ഒരു തെർമോക്കോൾ ബോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു തെർമോക്കോൾ ബോൾസ് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പുറത്തൊക്കെ പോയി കണ്ടത്. അപ്പോൾ ഞാൻ വെച്ച് സ്നോ ഒരു എഫക്റ്റ് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ സൈഡിലൊക്കെ ചിലപ്പോൾ തെർമോക്കോൾ ബോൾസ് ആയത് ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ ഒരു ടിഷ്യൂ ഇട്ടിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒക്കെ താഴോട്ടോ അല്ലെങ്കിൽ പോയി ഒക്കെ ആയിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ അത് താഴേക്ക് പോകാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് നനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളവും ഗ്ലൂവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലിക്വിഡ് ഫോമിലാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡ്രോപ്പ് ഗ്ലൂവിന് 2-3 ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തിരിച്ചാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തും ആയിക്കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 1-2 ലെയർ ടിഷ്യൂ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്കിതുപോലെ ഇറക്കിയിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ ഇതാദ്യം ഇങ്ങനെ ഇടുകയാണ് ഞാൻ ചെയ്തത്. പക്ഷെ അതത്രയും കൂടെ എല്ലാ ഭാഗത്തോട്ടും എത്തിയില്ല കേട്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിന് ഞാൻ വേറൊരു മെത്തേഡ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ ടിഷ്യൂ കയറ്റി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തോട്ടും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഗ്ലൂ ഇട്ട കാരണം കുറച്ചൊക്കെ അവിടെ ഉണ്ടാവും. ആ ഗ്ലൂവിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഈ ടിഷ്യൂ നിന്നോളും. പിന്നെ തെർമോക്കോൾ ബോൾസ് പുറത്തോട്ട് ഇങ്ങനെ എനക്കുമ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആവാതിരിക്കും. ഇനി വേണമെങ്കിൽ ഒരല്പം നേരത്തെ ചെയ്ത പോലെ ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പെയിൻറ്റ് ബ്രഷാണ് യൂസ് ചെയ്തത്. അതിനുശേഷം കുറച്ചും കൂടെ തെർമോക്കോൾ ബോൾസ് ഇട്ട് കൊടുക്കുക. ആ തെർമോക്കോൾ ബോൾസ് ടിഷ്യൂ വെച്ചത് അറിയാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോക്കോൾ ബോൾസ് വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു തെർമോക്കോൾ ബോൾസ് ടിഷ്യൂമ ഒട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഗ്ലൂ ആ ടിഷ്യൂൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് സൈഡിലുള്ളതൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. താഴെ വീണ തെർമോക്കോൾ ബോൾസൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് ഒരു ഭംഗിയായിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ചുത്തികേടായെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളുടെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഇതെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ താഴെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെയല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഐറ്റം ക്രിസ്മസ് ട്രീക്ക് പകരമായിട്ട് നമ്മൾ ചെറിയ ടോയ്സ് അങ്ങനത്തെ ഫ്ലവേഴ്സ് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ബോട്ടിൽ മുറിക്കാതെ ഇൻഡോർ പ്ലാന്റ് പോലെ ചെയ്യില്ലോ, ബോട്ടിൽ പ്ലാന്റോ അങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ആ ട്രീയുടെ അടിഭാഗം കുറച്ച് വലുതായിട്ട് തോന്നി, ഉള്ളിലോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞാനത് ഒന്ന് സ്ലിറ്റ് പോലെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു. അപ്പോൾ അത് ഈസി ആയിട്ട് കയറി കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ക്രിസ്മസ് ട്രീ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുകയാണ്. സെൻറ്ററായിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക്
ചെയ്ത് കൊടുത്താൽ മതി. ഈ ട്രീക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ടോയ്സൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ക്രിസ്മസ് ട്രീയുടെ ഓർണമെൻറ്റ്സ് പോലെ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഇതുപോലെ തെർമോക്കോൾ ബോക്സിൽ കുറച്ച് ഗ്ലൂ ഇട്ടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു പെയിൻറ്റ് ബ്രഷുമ്മലാണ് ചെയ്യുന്നത്. അതിന് ഒന്നാക്കിയിട്ട് അതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കതങ്ങനെ നിൽക്കും. പെയിൻറ്റ് ബ്രഷിൻ്റെ അറ്റത്ത് നമ്മൾ കുറച്ച് ഗ്ലൂ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ നമ്മളിതാ ഒരു സ്റ്റാർ ഉണ്ട്, ആ സ്റ്റാറും ഗ്ലൂ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഈ പെയിൻറ്റ് ബ്രഷിൽ നിന്ന് ഒട്ടിച്ചിട്ട് നമ്മളത് ബോട്ടിനുള്ളിലോട്ട് ഇറക്കി അത് ഒട്ടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യാൻ പെയിൻറ്റ് ബ്രഷിന് വേണമെന്നൊന്നുമില്ല. പെയിൻറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിങ്ങനെ വെച്ച് വലിക്കാനൊക്കെ ആയിട്ട് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പെൻസിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ സ്റ്റാർസും കുറച്ച് സ്റ്റോൺസൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം സ്നോയുടെ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടി തെർമോക്കോൾ ബോൾസ് ഇതിന് മുകളിലൂടെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്ന ഇതിലെ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനി ലാസ്റ്റ് ഫൈനൽ ഇതിലോട്ട് ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നുകിൽ ഇതിൻ്റെ ക്യാപ്പ് ഇട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാപ്പ് മിസ്സായി പോയി എനിക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്യാപ്പിന് പകരമായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഇതിന് മുകളിൽ ചുറ്റി കൊടുക്കുകയാണ്. വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നൂലിട്ടിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഓഫ് ഒരു പേപ്പറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇത് അങ്ങനെ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് മുകളിൽ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ആയാലും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ട് ഇതിനൊന്ന് കവർ ചെയ്യാം. നമ്മുടെ പേപ്പറല്ലേ, അപ്പോൾ അതൊന്ന് കവർ ചെയ്യാം കേട്ടോ. നമുക്ക് ഇങ്ങനെ സാറ്റിൻ റിബണൊന്നും ഇല്ലെങ്കിൽ ക്യാപ്പിന് കളർ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ക്യാപ്പ് വെച്ചിട്ട് ക്യാപ്പിൽ ജസ്റ്റ് റിബൺ കെട്ടി കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്യണമെന്നില്ല. പക്ഷേ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ക്രിസ്മസ് തീം ആയതുകൊണ്ട് റെഡ് എടുത്താണ്. നമുക്ക് വേറെ എന്തെങ്കിലും തീമിലാണ് ചെയ്യുന്നതെങ്കിൽ വേറെ ബോട്ടിലുകൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രീക്ക് പകരം നമുക്ക് ഇതിൽ ക്രിസ്മസ് പപ്പ അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് ഇതിൻ്റെ ഇതിൽ ഇട്ട് കൊടുക്കാം. അതെല്ലാം നമ്മൾ ടോയ്സ് പോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഇതിലോട്ട് ഇറക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റിബൺ കുറച്ച് താഴത്തേക്കും കൂടെ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗം കൂടെ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലുക്ക്. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു റിബൺ പീസും കൂടെ എടുത്തിട്ട് ഒരു ബോ പോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗോൾഡൻ കളർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കെട്ടാം കേട്ടോ. ഞാനിപ്പോൾ റെഡ് തന്നെയാണ് കെട്ടി കൊടുക്കുന്നത്. റിബൺ റെഡാണ് ഉള്ളത്. പിന്നെ ഈ വീഡിയോ ഞാൻ ഒരുപാട് മുന്നേ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ കുറേ മിസ്റ്റേക്കുകൾ ഈ ഒരു വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അപ്പോൾ ക്രിസ്മസ് തീം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കാണിച്ചു എന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഓഫ് ബോട്ടിൽ. ഇതിങ്ങനെ നമുക്ക് ഒരു ഡെക്കോർ പീസായിട്ട് ഇതുപോലെ വെക്കാം. ഇതിന് പകരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫെയറി ലൈറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല രസമായിട്ട് ഇങ്ങനെ രാത്രി തിളങ്ങുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഓൾ.